ഞാനിതിന് പുറത്തു നിന്നുകൊണ്ട് ഇതിനെ കാണാനാണ് ശ്രമിച്ചത്. ഈ 8 വർഷം കൊണ്ട് മലയാള സിനിമയിലൊരു വലിയ ശുദ്ധികലശം നടന്നിരിക്കുന്നു. അമ്മ AMMയാവുകയും AMMയിലെ പുരുഷ പൊങ്കുവന്മാർ ഒതുക്കപ്പെടുകയും WCC ഇവരെയൊക്കെ കുത്തിരി പിടിച്ച് നിർത്തി പല കാര്യങ്ങൾക്ക് ഉത്തരം പറയിപ്പിക്കുകയും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോഴും ആ റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ പുറത്തു വന്നാൽ വലിയ സ്ഫോടനാത്മകമായ സംഭവങ്ങൾ ഉണ്ടാകും. പല പ്രധാനപ്പെട്ട ആളുകളും ജയിലിൽ പോകും. റേപ്പ് കേസ് വരെയാണ് അതിനകത്ത് അക്യൂസേഷനായി വന്നിരിക്കുന്നത്. എന്തായാലും അത് പുറത്തു വന്നില്ല. പക്ഷേ സത്യത്തിൽ ശരിക്കും ഞെട്ടി പേടിച്ചു പോയി കേട്ടോ ഇവരെല്ലാവരും. അത്രയും സംഭവങ്ങൾ നടന്നു കഴിഞ്ഞ 8 വർഷം കൊണ്ട്. ആ 8 വർഷം മലയാള സിനിമയിലൊരു മാറ്റം ഉണ്ടാക്കിയെങ്കിൽ, കേരള സമൂഹത്തിനൊരു മാറ്റം ഉണ്ടാക്കിയെങ്കിൽ, ഈ 8 വർഷം മുമ്പ് നമ്മൾ ബോഡി ഷേമിങ്ങിനെ കുറിച്ചൊന്നും അങ്ങനെ കേട്ടു തുടങ്ങിയിട്ടില്ല. നോക്കൂ, 8 വർഷം കഴിയുമ്പോൾ നമ്മൾ പൊളിറ്റിക്കലി എത്രയോ കറക്റ്റായി എത്രയോ മുന്നോട്ടെത്തി നിൽക്കുകയാണ്. സെറ്റുകളിലെ കാര്യത്തിൽ എന്തൊരു ഡെക്കോറം വന്നിരിക്കുന്നു, അതിനെ തിരിച്ച് ചോദ്യം ചെയ്യുമെന്നൊരു പേടിയെങ്കിലും വന്നിരിക്കുന്നു. ആ 8 വർഷം ഒരു വലിയ ശുദ്ധികലശത്തിൻ്റെ നാൾ കൂടിയായിരുന്നു. അതിന് നന്ദി പറയേണ്ടത് ഇതിൽ പോലീസിന് മുമ്പിൽ പരാതി കൊടുക്കാൻ തയ്യാറായ കഴിഞ്ഞ 8 വർഷമായി ഈ കേസിൽ മുന്നോട്ട് നിന്ന് പൊരുതിയ അതിജീവിതയ്ക്കാണ്. അവർക്കാണ് എൻ്റെ സല്യൂട്ട്. കാരണം ഇത് പ്രോസിക്യൂഷനാണ്, ഈ കേസാണ്. അത് പ്രോസിക്യൂഷൻ ഏൽപ്പിച്ച് പിന്നെ പ്രോസിക്യൂഷൻ നടത്തിക്കൊള്ളും. അങ്ങനെയല്ല, അതിജീവിതയായ ആ സ്ത്രീ, ആ നടി ഓരോ ദിവസവും ഓരോ വിഷയത്തിലും മേൽക്കോടതിയിൽ പോകാനായാലും പരാതി കൊടുക്കാനായാലും ശക്തമായി സുപ്രീം കോടതി വരെ പല കാര്യങ്ങളിലും ഫൈറ്റ് ചെയ്ത ഒരു 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 കരുത്തിൻ്റെ പ്രതീകമാണ്. അവരില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാകില്ല. ഇങ്ങനൊരു പരാതി ഉണ്ടാവില്ല, ഇങ്ങനെ ഒരു ശുദ്ധികലശം ഉണ്ടാവില്ല, ചോദിക്കേണ്ട ചോദ്യം ചോദിക്കാൻ മറ്റ് സ്ത്രീ സഹപ്രവർത്തകർക്ക് ഒരു ധൈര്യമുണ്ടാവില്ല.